കസിനെ നമ്മൾ എടുത്തു വെച്ച വീഡിയോ ഒന്നും നീ പുറത്തു വിടല്ലേടാ കസിനെ, പ്ലീസ് എടാ കസിനെ. ജനങ്ങളെ, ബിഗ് ബോസേ ക്ഷമിക്കണേ, നിങ്ങൾ അറിയാതെ പറ്റിപ്പോയതാണ്. ഞാനല്ലേ, ഈ കസിനാണ്, ഇവരാണ് പണി പറ്റിച്ചത്. എടാ കസിനെ, എടാ മണ്ട, വിവരം കിട്ടാവേ, എടാ ഇനി എടുത്ത് പുറത്തിടല്ലേടാ, എടാ പണി കിട്ടുവേടാ. രേണു ചേച്ചി, അപ്പോ രേണു ചേച്ചി ഈ ആഴ്ച എവിക്ഷനിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ്. അതായത് ഈ ആഴ്ച പുറത്തേക്ക് പോയിട്ടില്ല എന്നുള്ള കാര്യം കൺഫേം. എങ്ങനെ കൺഫേം ആയെന്നല്ലേ ഞാൻ പറഞ്ഞു തരാം. ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലായിട്ടുണ്ട്. അപ്പം എന്താണെങ്കിലും ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 7 ഡേ 6 അതായത് ലാലേട്ടൻ വന്ന ദിവസത്തിൻ്റെ റിവ്യൂവിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. ഞാൻ ആരുടെയൊക്കെയോ പ്രിയങ്കരനായ സൈക്കോ ബോയ്. അപ്പോൾ ലാലേട്ടൻ വരുന്നു, അങ്ങനെ എത്തിയിരിക്കുകയാണ്. ഈ സീസണിൽ ആദ്യമായി ലാലേട്ടൻ്റെ കുഞ്ഞുങ്ങളെ കാണാൻ എത്തിയിരിക്കുകയാണ്. പ്രേക്ഷകരെ എത്തി. അങ്ങനെ വലിയ പണിയൊക്കെ കൊടുത്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം എന്നേ പറയാൻ പറ്റത്തുള്ളൂ. വലിയ ഗംഭീര ഒരുപാട് കന്നന്തിരിവുകൾ കാണിച്ചവർ അതിൻ്റെ അകത്തുണ്ട്. പക്ഷേ ഒരുപാടൊന്നും അങ്ങനെ പണി കൊടുത്തില്ല. നൈസായിട്ടുള്ള പണികളൊക്കെ നല്ല രസമുണ്ട്. അത് ഗെയിമാണല്ലോ, മുന്നോട്ട് പോകണമല്ലോ. ഒറ്റടിക്ക് മറ്റേ എല്ലാത്തിനും അങ്ങോട്ട് വലിച്ചു കീറി അത് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ വളരെ ലൈറ്റായിട്ട് ചെറിയ രീതിയിൽ കൊടുക്കേണ്ടതൊക്കെ കൊടുത്ത് ജിസൈലിന് ഒരു അത്യാവശ്യം നല്ല പണി, ഓരോരുത്തർക്കും കൊടുക്കുന്ന പണിയുണ്ടല്ലോ, അത് നല്ല പണി തന്നെയാണ്. പക്ഷെ അതിന് ചില ആളുകൾ അതിനകത്ത് ഹൈഡ് ചെയ്തിരിപ്പുണ്ട്. അവർ ഇപ്പോഴും ഹൈഡ് ചെയ്ത് കണ്ടിരിക്കുകയാണ്. ചില കാര്യങ്ങളൊന്നും ലാലേട്ടൻ പോയിന്റ് ഔട്ട് ചെയ്ത് ചോദിച്ചിട്ടില്ല. അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടന്നിട്ടുണ്ട്. നമുക്കപ്പോൾ എന്തായാലും എല്ലാം ഒന്ന് വിശദമായിട്ട്, ഒരുപാട് വിശദീകരിക്കേണ്ട, ചെറുതായിട്ട് ലൈറ്റായിട്ട് അത്യാവശ്യം എല്ലാവർക്കും മനസ്സിലാവുന്ന രീതി ഒന്ന് പറഞ്ഞു പോകാം. അപ്പോൾ ഡേ 6 കാണിക്കുന്നുണ്ട് നമ്മുടെ അനുമോളും അപ്പാനിയും ജയിലിനകത്ത്. അതിന് മുന്നേ ലാലേട്ടൻ വരുന്നുണ്ട്, പ്രധാന കുറച്ച് പരിപാടികൾ കാണിക്കാമെന്ന് പറയുന്നുണ്ട്, അത് കാണിക്കുന്നുണ്ട്. അതിന് ശേഷം ദിവസത്തെ ഇന്നലത്തെ ലാസ്റ്റ് കുറച്ച് പോർഷൻസ് ആ ഒരു ഡേ 6 കുറച്ച് കാണിക്കാനുണ്ടെന്ന് പറയുന്നു. അത് കുറച്ച് പോർഷൻസ് കാണിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് അപ്പാനിയും നമ്മുടെ അനുമോളും ജയിലിനകത്താണല്ലോ. അപ്പം ജയിലിനകത്തുനിന്ന് രാവിലെ പുറത്തിറങ്ങിയിട്ട് അനുമോൾക്ക് ടോയ്ലറ്റിൽ പോകാം, ബാത്റൂമിൽ പോകാം. പക്ഷെ അവിടെ നിന്ന് പല്ല് തേക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ അനുമോൾ അത് ചെയ്യുന്നുണ്ട്. അത് ചോദ്യം ചെയ്യുന്നുണ്ട് നമ്മുടെ അനീഷ് അത് ചോദ്യം ചെയ്യുന്നുണ്ട്. ചോദ്യം ചെയ്യുമ്പോഴത്തേക്ക് അനുമോൾ തലയടിച്ച് പൊട്ടിക്കും, വിട്ടോടാ എന്നൊക്കെ അനീഷിനോട് പറയുന്നുണ്ട്. ലൈക്ക് അനീഷ് ചോദ്യം ചെയ്യുന്നത് പ്രോപ്പറായിട്ടാണ്, കാരണം അത് ചോദ്യം ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ അനുമോള് അങ്ങോട്ട് പൊളിയും, പറഞ്ഞിട്ട് കാര്യമില്ല, അനീഷാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും പൊളിയുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കീ അനുമോൾ അകത്ത് കിടക്കുകയാണ്, അപ്പാനി പുറത്തിങ്ങനെ നടന്നുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ കീ അനീഷിൻ്റെ നമ്മുടെ ഷാനവാസ് എടുത്തു. അപ്പോൾ അതിൻ്റെ പേര് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഈശാപോശ. പക്ഷെ എന്തായാലും കീ തിരിച്ചു കിട്ടുന്നുണ്ട്. ഇതൊക്കെയാണ് നടക്കുന്നത്. അതിനുശേഷം ബിഗ് ബോസ് സ്റ്റോർ റൂമിൽ പോകാൻ പറയുന്നു. സ്റ്റോർ റൂമിൽ പോയപ്പോൾ ഇവർക്ക് ഇന്നത്തെ ആ ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ അവിടെ ഉണ്ട്. ഡ്രസ്സൊക്കെ ഇടുന്നു, എല്ലാവരും മേക്കപ്പ് ഒക്കെ ഇടുന്നു. അത് കഴിയുമ്പോൾ ലാലേട്ടൻ പ്രത്യക്ഷപ്പെടുന്നു. ആദ്യം നമ്മളെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഇവരുടെ ഈ പരിപാടി ഈ ഡേ 6 കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് ഇവർ ലാലേട്ടനെ കാണുന്നുണ്ട്. അതിനുശേഷം പണിപ്പുരയിൽ ആർക്കൊക്കെ പോകാൻ സാധിച്ചില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ശൈത്യ, സരിക, ബിൻസി അവർക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല, അല്ല അവരൊക്കെ പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞവരാണെന്നൊക്കെ പറയുന്നു. ഇല്ല, പിന്നെ അവരുടെ ഒരു മുഞ്ഞ കഥയൊക്കെ അതിനകത്തുണ്ട്. പക്ഷേ ലാലേട്ടൻ അവസാനം ചോദിക്കുന്നു ആർക്കാണ് പോകണ്ടാത്തത്, ഇനി ആർക്കെങ്കിലും അതിനകത്ത് കയറാതിരിക്കാൻ താല്പര്യമുണ്ടോ, അങ്ങനെ കയറാതിരിക്കാൻ താല്പര്യമുള്ള ആർക്ക് ഞാൻ ഒരു സമ്മാനം തരാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നെവിൻ സമ്മാനം ഒന്ന് കേട്ട ഉടനെ നെവിൻ ചാടി വീണു. ലാലേട്ടാ എനിക്ക് പോകണ്ട, എനിക്ക് സമ്മാനം കിട്ടിയാൽ മതി. നല്ല 8ന്റെ ഒരു സമ്മാനം തന്നെ, 8ന്റെ അല്ല 7ന്റെ ഒരു സമ്മാനം തന്നെ നെവിന് ലാലേട്ടൻ കൊടുത്തു. അതായത് ഇനി നീ ഒരിക്കലും അതിനകത്ത് കയറണ്ട എന്നുള്ളൊരു സാധനം തന്നെയാണ് ലാലേട്ടൻ കൊടുത്തിരിക്കുന്നത്. നല്ല പണിയാണ് മുത്തിന് കിട്ടിയത്. അപ്പം എന്താണെങ്കിലും അതൊക്കെ കഴിയുന്നുണ്ട്. അതിനുശേഷം ചോദിക്കുന്നുണ്ട് ഈ ഒളിച്ചിരിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ. അപ്പം നമ്മുടെ സാബു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒണിയിൽ സാബു, പിന്നെ സരിക, രഞ്ജിത്ത്, ബിൻസി, ശൈത്യ ഇവരൊക്കെ കുറച്ച് ഒതുങ്ങിയിരിക്കുന്നുണ്ട്, ഇവരെയൊന്നും ആരും കാണുന്നില്ല എന്നൊക്കെ പുറത്ത് ജനങ്ങൾ തന്നെ പറയുന്നുണ്ട് എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. അപ്പം അത് കഴിയുമ്പോഴത്തേക്ക് രണ ഫാത്തിമയോട് ചോദിക്കുന്നുണ്ട് എന്തിനായിരുന്നു ഫൈറ്റ്. അപ്പോൾ അവൾ അതിനെപ്പറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ലാലേട്ടൻ ഈ അയൽക്കൂട്ടം പരിപാടി ഇവിടെ നടക്കുന്നുണ്ടെന്ന് കേട്ടല്ലോ, ഇവിടെ ആരൊക്കെയാണ് അയൽക്കൂട്ടം ചേച്ചിമാർ, ആ ഒരു മൂഡിൽ പിടിക്കുന്നുണ്ട്. അതായത് അപ്പാനി, അക്ബർ ഇവരെയാണ് മെയിൻലി പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. കാരണം ഇവർ രണ്ടുപേരും ഒന്നിച്ചുള്ള ഒരു സാധനമാണല്ലോ. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് നിങ്ങളുടെ ഗെയിം കളിക്കാനാണ് വന്നത്. അപ്പോൾ അവർ പറയുന്നുണ്ട് ഒറ്റയ്ക്ക് കളിക്കാൻ ലാലേട്ടാ, അത് ഞങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഒരു ഗെയിം വരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാവും, പക്ഷെ അതല്ല ഞങ്ങളൊരു ഗെയിം സ്ട്രാറ്റജിയാണ്, ഞങ്ങളിങ്ങനെ കൂടെ ഇരുന്ന് ഓക്കെ. അപ്പോൾ ആരൊക്കെ അയൽക്കൂട്ടം ഇവിടെ എന്നൊക്കെ ലാലേട്ടൻ വീണ്ടും ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ബാൻഡിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പം ആര്യൻ മാത്രമാണ് കിട്ടിയ ബാൻഡ് അതുപോലെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനൊരു കൺഗ്രാറ്റ്സ് ഒക്കെ ലാലേട്ടൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ജിസൈലിനെ ചോദ്യം ചെയ്യുന്നുണ്ട്.
അതായത് ജിസേലിനെ ചോദ്യം ചെയ്യാനുള്ള കാരണം ഈ അവിടുന്ന് കിട്ടുന്ന സാധനമല്ലാതെ അല്ലെങ്കിൽ ഈ ബാഗൊക്കെ കിട്ടിയ സമയത്ത് ജിസയിൽ കുറച്ച് ലിപ്സ്റ്റിക്കും മറ്റേ എന്താണ്ടൊക്കെയോ കുന്ത്രാണ്ടം ഇവരുടെ മേക്കപ്പ് സാധനങ്ങൾ ചെറുതായിട്ട് അടിച്ചു മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ലാലട്ടൻ പൊളിച്ചു. എന്നിട്ട് ജിസേലിൻ്റെ ഡ്രസ്സുകൾ ഇനിയും തരത്തില്ല, ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് നിന്റെ അയക്കുകയാണ്, നീ ഉള്ളത് കൊണ്ട് ഓണം പോലെ ആഘോഷിച്ചാൽ മതി എന്നുള്ളൊരു സാധനം ജിസേലിന് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. ജിസേലിന് മറ്റേ കുത്തിക്കീറിയ ഒരു ഫീലിംഗ് ആണ്. കാരണം ജിസേലിന് ഡ്രസ്സില്ലാതെയും മേക്കപ്പ് ഇല്ലാതെയും ജീവിക്കാൻ പറ്റില്ല സുഹൃത്തുക്കളെ. ഡ്രസ്സ് പിന്നെ അവൾ അഡ്ജസ്റ്റ് ചെയ്യും, പക്ഷെ മേക്കപ്പ് ലിപ്സ്റ്റിക് ഇല്ലാതെ അവൾക്ക് പറ്റത്തേ ഇല്ല. ഇത് ജിസേൽ മാത്രമാണോ ഈ ഒരു നിയമലംഘനം നടത്തുന്നതെന്ന് ചോദിച്ചാൽ അല്ല. അനുമോളൊക്കെ നല്ല രീതിയിൽ നിയമലംഘനം നടത്തുന്നുണ്ട്. ലിപ്സ്റ്റിക് ആണെങ്കിലും ഇടയ്ക്ക് മേക്കപ്പ് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ അടിച്ചു മാറ്റി, അല്ലെങ്കിൽ വേറൊരാളുടെ ഇന്ന് തന്നെ കണ്ടു ജയിലിൽ കിടക്കുമ്പോഴത്തേക്ക് നമ്മുടെ നിവിൻ ചെന്നിട്ട് അവൻ്റെ മേക്കപ്പ് മറ്റേ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നതൊക്കെ കണ്ടു. നിയമലംഘനങ്ങൾ ഇങ്ങനെയുള്ള ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ ലാലേട്ടൻ ഇതിനെ ഒന്നും ചോദ്യം ചെയ്തിട്ടില്ല അവിടെ. അത് ഞാൻ പറഞ്ഞല്ലോ, ഗെയിം ഇപ്പോഴേ അങ്ങോട്ട് എല്ലാത്തിനും പിടിച്ച് വലിച്ചു കീറണ്ട എന്നുള്ളൊരു സാധനം ഉള്ളത് കൊണ്ടായിരിക്കും. പിന്നെ പുകഞ്ഞ പുള്ളി പുറത്ത് കിടക്കുന്ന ആൾക്കാരെ പ്രോപ്പറായിട്ട് എന്തുകൊണ്ട് നിങ്ങൾ തട്ടിയില്ല എന്നുള്ളൊരു കാര്യം ലാലേട്ടൻ അവിടെ ചോദ്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ തന്നെ ഒരാളെ തട്ടിയായിരുന്നെങ്കിൽ ഇന്നത്തെ ഈ ഒരു എലിമിനേഷൻ റൗണ്ടിൻ്റെ ആവശ്യം പോലും ഇല്ലായിരുന്നു, നമുക്ക് എലിമിനേറ്റ് ചെയ്യണ്ട എന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. അതിനുശേഷം ഷാനവാസിൻ്റെ ഹെൽത്തിനെ പറ്റി അവിടെ ഒരു സംസാരം നടക്കുന്നുണ്ട്. കാരണം ഇയാൾ മരുന്ന് കഴിക്കുന്ന ഒരാളാണല്ലോ. പിന്നെ കഴിഞ്ഞ ആഴ്ചയൊക്കെ അയാൾ പുറത്ത് കിടക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷാനവാസിൻ്റെ ഫാമിലിയോട് ഷാനവാസിനെ കൊണ്ട് സംസാരിപ്പിക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ കുഴപ്പമില്ല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ വീക്കിലി ടാസ്ക് അതിനെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കൺഗ്രാറ്റ്സ് ഒക്കെ അക്ബറിന് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അക്ബറിനെ പൂട്ടുന്നുണ്ട്. എന്തിന്? രേണുസുധിയുടെ കേസിന്. ഏത് കേസ്? രേണുസുധിയെ മറ്റേ പേര് വിളിച്ചല്ലോ, ഞാൻ ആ പേര് ഇനി ഇവിടെ പറയണോ? തീട്ടക്കുഴി എന്താണെങ്കിലും സെപ്റ്റി ടാങ്ക് എന്ന പേര് വിളിച്ചതിനെ ചൊല്ലി ഒരു സംസാരം അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ നടക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് സമ്മാനം, അക്ബറിന് സമ്മാനം ഉണ്ടെന്ന് ചോദിച്ചിട്ടാണ് ചില പേരുകളുടെ കേസുകളൊക്കെ ചോദിക്കുന്നത്. അതിനുശേഷം ഓരോരുത്തരോട് പേരുകൾ ഇട്ടതിനെ പറ്റിയിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമേ അനീഷിനോട് തന്നെ ചോദിച്ചു, അനീഷിന് എന്ത് പേരാണ് കിട്ടിയത്? അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, ലാലേട്ട എനിക്ക് മുള്ളം പന്നി. അത് കുഴപ്പമില്ല ലാലേട്ട, ഞാൻ ഓക്കെയാണ്, എനിക്ക് സീനൊന്നുമില്ല, ഞാൻ ഹാപ്പിയാണ്. ഉടനെ അപ്പാനി ചാടി വീഴുന്നു എന്നിട്ട് അനീഷ് പറയുന്നുണ്ട്, ഒരു കാരണവും ഇല്ലാതെ ലാലേട്ട എനിക്ക് ആ പേരിട്ടത്. ഉടനെ അപ്പാനി അപ്പുറത്തും ചാടി വീഴുന്നുണ്ട്, അല്ല ലാലേട്ട അല്ല. ഉടനെ ലാലേട്ടൻ പറയും, മോനെ നിന്നോട്ട് ചോദിക്കാൻ ഞാൻ, നീ എവിടെ മിണ്ടാതിരിക്കുക എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. അപ്പോൾ അപ്പാനി കിട്ട് നല്ല കൊട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊട്ടി വിട്ടിട്ടുണ്ട് കേട്ടോ എന്നാണ് ഈ ലാലേട്ടൻ. അപ്പോൾ അതിനുശേഷം അപ്പാനി പറയുന്നുണ്ട്, സോറി ലാലേട്ട, ഓക്കെ മോനെ. എന്നിട്ട് അക്ബറിനെ എന്നാ അങ്ങനെ പറയാൻ കാരണമെന്ന് ചോദിക്കുന്നുണ്ട്. അതായത് രേണുവിനെ എന്താണ് ആ പേര് വിളിക്കാൻ കാരണം? ആ ഒരു രസകരമായിട്ടുള്ളൊരു പേരാണ് ഇടുന്നത്, പക്ഷെ നീ എന്തുകൊണ്ട് ആ പേര് വിളിച്ചു? അപ്പോൾ ലാലേട്ടനോട് പറയുന്നുണ്ട്, ലാലേട്ട ഞാനത് മുമ്പത്തെ കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ലൈഫോ ഒന്നും വെച്ചിട്ടല്ല, എനിക്ക് അവരിവിടെ കളിക്കുന്ന ഒരു കളി കണ്ടപ്പോൾ ആ ഒരു പേര് ഇടണമെന്ന് തോന്നി, അതുകൊണ്ട് ഇട്ടു എന്നാണ് അക്ബർ പറഞ്ഞത്. പക്ഷെ ആ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അത് കള്ളത്തരമാണ്. കാരണം രേണു അവിടെ ഒരു ഗെയിമും കളിച്ചിട്ടില്ല. പിന്നെ ഇങ്ങനെ ഒരു പേര് രേണുവിന് ഇടാനും മാത്രമുള്ള ഒന്നും രേണു അവിടെ ചെയ്തിട്ടില്ല. രേണുവിന് ആ പേരിട്ടത് പുറത്തുള്ള രേണുവിനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട് തന്നെയാണ് അക്ബർ അത് ഇട്ടതെന്ന് ഏതൊരു മലയാളിക്കും മനസ്സിലാവത്തില്ലേ? ഇല്ല, നിങ്ങൾ പറ, നിങ്ങൾ ഇതിനെങ്കിലും പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് ഉത്തരം പറ പ്ലീസ്. അവൻ അതുകൊണ്ട് തന്നെ ആ പേരിട്ടത്. പിന്നെ നമുക്കൊരു പരിധി കൂടുതൽ ഞാൻ ഇതിനായിട്ടും അതിനകത്തും കുറ്റം പറഞ്ഞിട്ടില്ല. പിന്നെ ഈ സ്ത്രീത്വത്തെ കളിയാക്കി മറ്റേ വിധവാക്കാട് ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് ഈ പെണ്ണുമ്പിള്ള ഇത് ഏത് സ്റ്റേജിലേക്ക് എടുത്തുകൊണ്ട് പോവുക എന്നുള്ളൊരു സാധനം വരുമ്പോൾ നമുക്ക് അക്ബറിന് ഒരു പരിധി കൂടുതൽ സപ്പോർട്ട് ചെയ്യാനും പറ്റത്തില്ല. പക്ഷേ പുറത്തെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് അവൻ ആ പേരിട്ടത്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളിക്ക് മനസ്സിലാവും. അപ്പോൾ ലാലേട്ടൻ പറയുന്നു, മോനെ നിനക്കൊരു പണിഷ്മെൻ്റ് ഉണ്ട്, നീ ചെയ്യേണ്ടത് രേണുവിനെ കൊണ്ട് ഈ വരുന്ന ഒരാഴ്ചക്കുള്ളിൽ നല്ലത് അക്ബറിക്ക നല്ലതാണ് എന്ന് രേണു പറയണം എന്നൊരു സാധനം അവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ നൂറ ആദില അവരെ പൊക്കുന്നുണ്ട്, നമ്മുടെ അനീഷിന് അപ്പി അനീഷ് എന്ന് പേരിട്ടതിൽ. അപ്പോൾ അതിലും ചെറിയൊരു സീനൊക്കെ ലാലേട്ടൻ അവിടെ കൊടുത്തത് പറഞ്ഞു വിടുന്നുണ്ട്. വലിയ പ്രശ്നങ്ങളാക്കി ലാലേട്ടൻ അതിനൊന്നും മാറ്റുന്നില്ല, എല്ലാം ലൈറ്റായിട്ട് ഹാൻഡിൽ ചെയ്ത് ആകെ മറ്റേ ജിസേലിനിട്ട് കൊടുത്തതാണ് നല്ലൊരു പണി. പിന്നെ ജിസേൽ മലയാളം പോലും അറിയത്തില്ല, അതിൻ്റെ വേണ്ട, എടുക്കരുതായിരുന്നു. ഇങ്ങനെ മലയാളം അറിയാതെ ബുദ്ധിമുട്ടുന്ന ഒരാളെ ഈ മലയാളം ബിഗ് ബോസിലേക്ക് എന്തിന്? അവർക്ക് ഹിന്ദി ഉണ്ടായിരുന്നു, അവർ കംപ്ലീറ്റ് ആയിട്ടൊരു ഫ്ലുവൻസി ഉള്ളൊരു ലാംഗ്വേജിലല്ലേ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്താണെങ്കിലും അത് കഴിയട്ടെ. അത് കഴിയുമ്പോഴത്തേക്ക് അപ്പാനിക്ക് ഇട്ട് കൊട്ട്, വീണ്ടും കൊട്ട്. അപ്പനേ മോനെ നീ ലാംഗ്വേജ്, നിന്റെ ഭാഷ നീ അത് സൂക്ഷിക്കണം മോനെ എന്ന് പറയുന്നുണ്ട്. ഓക്കെ ലാലേട്ടാ ഞാൻ സൂക്ഷിക്കാന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നല്ല പേരുകൾ, അതായത് ഈ മുള്ളംപന്നി, പാവാട, പിന്നെ പൂമ്പാറ്റ, ഇത് മൂന്നും ലാലേട്ടൻ പറയുന്നത് നാട്ടുകാർക്കൊക്കെ ഇഷ്ടമായി. അതുകൊണ്ട് ആ പേരുകൾ എഴുതി അവരുടെ മൈക്കിൻ്റെ മറ്റേ സാധനം ഉണ്ടല്ലോ, അത് ഇവർക്ക് 3 പേർക്കും ആർക്കൊക്കെയാണോ പേര് കിട്ടിയത് അവർക്ക് ആ പേരിൻ്റെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, അത് അവരെടുത്തിടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ലാലേട്ടൻ പറയുന്നു, ഒരു കത്ത് കിട്ടിയിട്ടുണ്ട് എനിക്ക്, ഒരു കത്ത്.
ആ കത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. അതായത് മുമ്പേ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയുന്നതും ഒക്കെ ലാലേട്ടൻ മോശമെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിനി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയുന്നത് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറയുന്നില്ല. നമ്മൾ കുറേ കാര്യങ്ങൾ അറിയണേ, നമുക്കത് പറയുന്നില്ല, ഇനിയും തൊട്ട് അത് ചെയ്യത്തില്ല, ഞാൻ ചെയ്യത്തില്ല. നമ്മുടെ ലാലേട്ടൻ പറയുമ്പോൾ നമുക്ക് എങ്ങനെ അത് ചെയ്യാൻ പറ്റും, ചെയ്യത്തില്ല. പക്ഷേ വേറൊരു കേസുണ്ട്. ലാലേട്ടൻ ഇത് പറയാനുള്ള കാരണമൊക്കെ, ലാലേട്ടൻ 3 പേരെ ആ വീടിനകത്തോട്ട് കയറ്റി വിടുന്നുണ്ട്. ബിഗ് ബോസ് അയച്ച 3 പേരെ മാസ്ക് കേട്ട് അവന്മാർ വീട്ടിൽ കയറി ഒരു ചെറിയ സെർച്ചൊക്കെ നടത്തും. എന്നിട്ട് അവർ 3 പേരും ഇറങ്ങി വരും. എന്നിട്ട് ലാലേട്ടൻ ഒരു വീഡിയോ കാണിക്കും. ഏത് വീഡിയോ ആണെന്നല്ലേ കുറേ പേർക്കൊക്കെ അറിയാം. ഇപ്പോൾ രേണുസുധിയുടെ പ്രൊമോഷൻ വീഡിയോ അകത്തിരിക്കുക. എലിമിനേഷൻ വന്നു, ഞാൻ ആദ്യ ആഴ്ചയിൽ തന്നെ എനിക്ക് വോട്ട് ചെയ്യണം എല്ലാവരും എന്നും പറഞ്ഞൊരു വീഡിയോ ഇറക്കി വിട്ടായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം ഡേവിഡുവിൻ്റെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബ് വഴിയൊക്കെ. അപ്പോൾ അത് അവിടെ ഇരുന്നല്ല ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി അവിടെ ഒരു സെർച്ച് നടത്തി. എന്നിട്ട് രേണുവിനൊക്കെ ഈ ഒരു വീഡിയോ കാണിച്ചു കൊടുത്തു. അവിടെ ഇരുന്നവരൊക്കെ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി കേട്ടോ. ഇത്രയും ബുദ്ധിയുണ്ടോ ഈ സ്ത്രീക്ക് എന്നുള്ളൊരു ഞെട്ടലാണ് എല്ലാവർക്കും. അനുമോളൊക്കെ ലാസ്റ്റ് ഇങ്ങനെ എന്തോ തിന്നോണ്ടിങ്ങനെ, അതിനെപ്പറ്റി ഞാൻ പറയാം, അത് നിൽക്കട്ടെ. അനുമോളുടെയൊക്കെ കിളി പോയിട്ടുണ്ട് ഈ സാധനമൊക്കെ കണ്ടിട്ട്. എല്ലാവരും ഞെട്ടി. കാരണം ഇത് അകത്തിരിക്കുന്ന സ്ത്രീ അവർ നേരത്തെ എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ഒരു കസിനൊക്കെ മറ്റേ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യണോ ഇങ്ങനെയൊക്കെ ചെയ്യണോ എന്നുള്ള കേസിൽ അവർ ചെയ്തിട്ട് പോയതാന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് അതിബുദ്ധിയായി പോയി. ഏത് കസിനാണെങ്കിലും മോനെ സൂപ്പറായിട്ടുണ്ട്. വേറൊരു കാര്യം, ഇനിയിപ്പോൾ 2 ദിവസം കഴിയുമ്പം കസിൻ മിക്കവാറും രംഗത്ത് വരും. എന്നിട്ട് പറയും രേണു അവൾ പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്തത്, അല്ലാതെ ഞാനായിട്ടിത് ചെയ്തതല്ല, എന്നെ അവൾ കുടുക്കിയതാണ്, ലാസ്റ്റ് അവൾക്ക് രക്ഷപ്പെടാൻ അവൾ എൻ്റെ പേര് പറഞ്ഞു എന്നൊക്കെ മിക്കവാറും 2 ദിവസം കഴിയുമ്പോൾ നമ്മുടെ കസിൻ മോൻ, ഏത് കസിനാണോ ഈ ചെയ്തത്, അവൻ മിക്കവാറും 2 ദിവസം കഴിഞ്ഞ് ആർക്കെങ്കിലും വോയിസ് കൊടുക്കോ ഇല്ലെങ്കിൽ മിക്കവാറും രംഗത്ത് വരികയോ ഒക്കെ ചെയ്യുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം രേണു ചേച്ചി അങ്ങനെയാണ് പണി കൊടുത്തിരിക്കുന്നത്. കസിന് മോൻ എന്താണെങ്കിലും ഇങ്ങനെ ഒരു വൃത്തികേട് രേണുസുധിയുടെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ അവരുടെ ആരാണോ PR ആണോ കുടുംബക്കാരാണോ ആരോ ഏതോ ഒരുത്തൻ ചെയ്തത് നല്ല രീതിയിൽ ചർച്ചയായിട്ടുണ്ട്, അവിടെ വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബിഗ് ബോസ് ടീം എല്ലാം മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വലിയ രീതിയിൽ ലാലേട്ടൻ പ്രശ്നമാക്കിയിട്ടില്ല കേട്ടോ. ഇതൊരു ലൈറ്റായിട്ട് എടുത്ത് അതവിടെ അങ്ങ് വിടുന്നുണ്ട്. പിന്നെ ഒരു കള്ളനെ പറ്റി ലാലേട്ടൻ അവിടെ പറയുന്നുണ്ട്. ഒരു കള്ളനുണ്ട് ഇവിടെ. ആരാണ് ആ കള്ളൻ? നെവിനാണ് ആ കള്ളൻ. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, ലാലേട്ടൻ നെവിനെ കള്ളൻ എന്ന് പറയുമ്പോൾ പോലും ലാലേട്ടൻ പറയുന്നുണ്ട് മിടുക്കനാണ് അവൻ മിടുക്കനാ. സത്യം പറഞ്ഞാൽ അവൻ മിടുക്കനാ. അവൻ ബുദ്ധിപൂർവ്വം കളി നടത്തുന്നുണ്ട്. ഇതിന് മുമ്പ് ഇവിടെ കള്ളത്തരങ്ങൾ കാണിച്ചവരൊക്കെ ഉണ്ട്. ഇതൊരു ഗെയിമാണ്, ഇവിടെ കള്ളത്തരങ്ങളും പലതും വരും. അവൻ നല്ലൊരു മിടുക്കനാണെന്നാണ് ലാലേട്ടൻ പറയുന്നത്. കാരണം അവന് പക്ഷേ അതൊരു ബുദ്ധിമുട്ടായി. കാരണം ബാക്കി എല്ലാവരും ഇനി എന്നെ ആ ഒരു കണ്ണി നോക്കുമല്ലോ എന്നുള്ളൊരു സാധനം നെവിൻ പറയുന്നുണ്ട്. ആ പറയുന്നത് പോലെ ഒരു ഗെയിമാണോ എന്ന് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു ബിഗ് ബോസ് ആയതുകൊണ്ട്. അപ്പോൾ അവനൊരു സമ്മാനം വേണം, അല്ലെങ്കിൽ ഒരു സമ്മാനം ഞാൻ തരട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു ചെരുപ്പ്, ലേഡീസിൻ്റെ ഒരു ചെരുപ്പാണ്, കളിയാക്കിയതാണ്, എന്തെങ്കിലും ആയിക്കോട്ടെ. ഞാനത് നമുക്കൊരാളുടെ ജെൻഡർ വി ഡോണ്ട് നീഡ് ടു ടോക്ക് അബൌട്ട് ദാറ്റ്. അതുകൊണ്ട് മാത്രം ഞാൻ അതിനകത്തോടൊന്നും പോകുന്നില്ല. എന്താണെങ്കിലും ഒരു ലേഡീസ് ചെരുപ്പ് അവന് കൊടുത്തു വിടുന്നുണ്ട്. അപ്പം നീ എന്നോട് ഒരെണ്ണമല്ല ചോദിച്ചുള്ളൂ, അതുകൊണ്ട് ഒരെണ്ണം. നീ ഒരു പേര് ചോദിച്ചായിരുന്നെങ്കിൽ ഞാൻ ഒരു പേരായിട്ട് തന്നേനെ. കാരണം അനീഷ് എന്ത് വേണം നിനക്കെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇവൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നത് നിനക്കൊരു ഷൂ പോരെ, ആ ഒരു ഷൂ തന്നാൽ മതി, ഒരു ഷൂ എടുത്തിട്ട് വരാൻ പറഞ്ഞ അനീഷിനെ കണ്ട് പറഞ്ഞു വിടുന്നു. അപ്പം തന്നെ അവൻ പറയുന്നുണ്ട് ലാലേട്ട ഒരു ഷൂ എന്ന് പറഞ്ഞാൽ ഒരു പേര്, ഓക്കെ എന്ന് പറഞ്ഞ് ലാലേട്ടൻ വിട്ട് കളയുന്നു. കാരണം നേരത്തെ ഇതൊക്കെ അവിടെ പ്ലാൻഡ് ആണല്ലോ. അപ്പം ഇങ്ങനെയുള്ള കേസുകൾ. അപ്പോൾ എന്തായാലും ഒരു ചെരുപ്പ് മാത്രമാണ് അവന് കിട്ടുന്നത്. അതിനുശേഷം ലാലേട്ടൻ അനീഷിനോട് ചോദിക്കുന്നുണ്ട്, അനീഷ് എങ്ങനെ ഉണ്ടായിരുന്നു അനീഷ് ലാസ്റ്റ് മോനെ പറയടാ, എങ്ങനെ ഉണ്ടായിരുന്നു ലാസ്റ്റ് ആഴ്ച? ഹാപ്പി ആയിരുന്നു ലാലേട്ട, ഹാപ്പി ആയിരുന്നു, ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ബാക്കിയുള്ളവർ അവിടെ ഇരുന്നിട്ട് ലാലേട്ട അവൻ കാരണം ഞങ്ങളായിരുന്നു അൺഹാപ്പി. അല്ലല്ല, ബാക്കിയുള്ളവരല്ല പറയുന്നത്, ലാലേട്ടൻ പറയുന്നു ആ മോൻ ഹാപ്പി ആയിരുന്നല്ലേ, പക്ഷെ ബാക്കിയുള്ളവർ അൺഹാപ്പി ആയിരുന്നല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അതെ അൺഹാപ്പി ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ രേണുവിനോട് ചോദിക്കുന്നുണ്ട്, രേണു വീട്ടിൽ പോകണോ രേണു എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ ചോദിച്ച് അവിടെ നിർത്തി. എന്നിട്ട് ബാക്കി നാളെ എലിമിനേഷൻ നാളെ എന്നുള്ള രീതിയിലേക്കാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു ദിവസം ഷൂട്ട് ചെയ്യുന്ന, ഇന്നൊരു ദിവസം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും കംപ്ലീറ്റ്ലി. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാനം ഒരു സാധനത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു റോബോ ഡോഗിനെ. ഞാൻ ഓൾറെഡി അതിനെപ്പറ്റി പറഞ്ഞതാണ്, നമ്മൾ നേരത്തെ അറിഞ്ഞത് കൊണ്ട് തന്നെ. ഇനി പക്ഷേ ഇങ്ങനെ അറിയുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല കേട്ടോ. കാരണം ലാലേട്ടൻ അങ്ങനെ പറയുമ്പോൾ മോനെ ഇങ്ങനെ ചെയ്യരുതറ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മളത് ചെയ്യുന്നത് ശരിയല്ല. സോ നമ്മളൊരു പരിധിയിൽ കൂടുതൽ അറിയുന്ന കാര്യങ്ങൾ പറയത്തില്ല. നിങ്ങൾക്ക് ഒന്നും തോന്നല്ലേ, നമ്മുടെ ലാലേട്ടൻ പറയുമ്പോൾ നമ്മൾ കേൾക്കണ്ടേ. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള അതിനെ പൈറസി എന്നൊക്കെ പറഞ്ഞാണ് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ സാധനങ്ങളൊന്നും ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ ഡോഗിൻ്റെ കേസോടുകൂടി എൻഡാകുന്നു. ലാലേട്ടൻ്റെ എപ്പിസോഡ് ലാലേട്ടൻ വന്നു പോകുന്നു, അവിടെ വരെ ഓക്കെ. അത് കഴിഞ്ഞിട്ടാണ് മോനെ കളി. അതൊരു സൂപ്പർ കളിയായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാൻ വയ്യ, റിസ്ക് ആണ്, അതുകൊണ്ടാണ് കാണിക്കാത്തത്. രേണു ചേച്ചി ബിഗ് ബോസ് ഹൗസിനകത്തോട്ട് കയറിയിട്ട്, അതായത് കംപ്ലീറ്റ് ഷൂട്ട് കഴിഞ്ഞിട്ടാണ് രേണു, കാരണം വേറെ ഡ്രസ്സൊക്കെയാണ്.
അപ്പോൾ വേറെ ഡ്രസ്സിലൊക്കെ രേണു വന്നിട്ട് ഇങ്ങനെ ക്യാമറയുടെ മുമ്പിൽ അത് കണ്ടപ്പോഴാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് രേണു ഔട്ടായിട്ടില്ല, രേണു ഉണ്ട്, അത് കൺഫേം ആണ്. നാളെ നിങ്ങൾക്ക് അത് മനസ്സിലാവും. രേണുവിനെ അല്ലെങ്കിൽ പെട്ടെന്നൊന്നും അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ, രേണുവിനെ നിർത്തും, അറിയാലോ നിങ്ങൾക്ക്, ഞാൻ പ്രത്യേകിച്ച് അതിനെപ്പറ്റി വിശദീകരിക്കുന്നില്ല. അപ്പോൾ എന്താണെങ്കിലും രേണു വന്നിട്ട് ബിഗ് ബോസ് ക്ഷമിക്കും ബിഗ് ബോസ്, ലാലേട്ട ക്ഷമിക്കും ലാലേട്ട, ജനങ്ങളെ നിങ്ങൾ ക്ഷമിക്കും, ജനങ്ങളെ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക, അബദ്ധം പറ്റിപ്പോയി, ഞാനല്ല എൻ്റെ കസിൻ അവനാണ്. എടാ കസിനെ നീ ഇനി ഒന്നും എടുത്ത് പുറത്ത് വിടല്ലേടാ, നമ്മൾ ഷൂട്ട് ചെയ്ത് പ്ലാൻ ചെയ്ത് വെച്ചതൊക്കെ മാറ്റി വെച്ചേക്കടാ, ഒന്നും പുറത്ത് അത് ഞാൻ അറിഞ്ഞില്ല, ഞാൻ ഫ്ലൈറ്റ് കയറാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ വിചാരിച്ചു എൻ്റെ ഫ്ലൈറ്റ് വരെ മിസ്സായി പോകുമെന്ന്, എൻ്റെ ഫ്ലൈറ്റ് പോവല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഞാനിതൊക്കെ ഷൂട്ട് ചെയ്തത്. ഈ ചേച്ചിയുടെ നാടകം ഇത് ഇനി എത്ര കാലം ഉണ്ടാവും നമ്മൾ കണ്ടോണ്ടിരിക്കേണ്ട വരും, അതാണ് രേണു ചേച്ചി. അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെയാണ് രേണു ചേച്ചിയുടെ ഈ നാടകത്തോടു കൂടിയാണ് ഇന്നത്തെ അങ്ങോട്ട് തിരശീല വീണിരിക്കുന്നത്. ബാക്കി നമുക്ക് നാളെ കാണാം. ആരായിരിക്കും ഔട്ട്? ശൈത്യ ആയിരിക്കുമോ? താഴെ കമൻറ്റ് ബോക്സിൽ പറ ആരായിരിക്കും ഈ ആഴ്ച ഔട്ട് ആവാൻ പോകുന്നതെന്ന്. അപ്പോൾ ഇതൊക്കെയാണ് സംഭവിച്ചത്. ബാക്കി കഥകളുമായിട്ട് നമുക്ക് നാളെ ലൈവിൽ കാണാം. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വ്യൂഡ്.